തിരുവനന്തപുരം നഗരസഭയിൽ ലക്ഷങ്ങളുടെ അഴിമതി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോൺ സബ്സിഡി ലഭിക്കാൻ നഗരസഭാ വ്യവസായ വികസന ഓഫീസർ വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് വാർത്ത. 14 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. നഷ്ടം നഗരസഭയ്ക്കുണ്ടായെന്നാണ് പറയുന്നത്. ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്ന ആരാണ്? വി ജയശങ്കറാണ്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? 24 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പട്ടികവർഗക്കാർക്ക് കിട്ടേണ്ട ലോൺ സബ്സിഡി അത് മറ്റാർക്കോ കിട്ടിയിരിക്കുന്നു. ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടന്നത്? ഇപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം നടക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ആശ്മി. ഈ തട്ടിപ്പ് നടക്കുന്നത് 2020-21 സാമ്പത്തിക വർഷത്തിലാണ്. ഈ നഗരസഭയുടെ വ്യവസായ വികസന ഓഫീസർ പ്രവീണാണ് ഈ ഒരു തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത്. ഈ തട്ടിപ്പിൽ ഈ ഫണ്ട് ലഭിക്കേണ്ട ആളുകൾ തന്നെയാണ്, ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വനിതകൾ തന്നെയാണ് ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമച്ച ഈ പ്രവീണിന് കൊണ്ടു കൊടുക്കുന്നത്. ഈ രേഖകൾ വ്യാജമാണെന്ന ബോധ്യത്തോടുകൂടി ഈ രേഖകൾ വെച്ചുകൊണ്ട് ഇദ്ദേഹം പണം അനുവദിക്കുകയായിരുന്നു. അതായത് ഇത് ഒരു സംഘം ഒത്തുചേർന്നുകൊണ്ട് നടത്തിയൊരു തട്ടിപ്പാണ്. ഇതിലെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവീണിനൊപ്പമുള്ള ബാക്കി 19 പ്രതികളും വനിതകളാണ് എന്നതാണ്. വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് വനിതകളുടെ ഒത്താശയോടുകൂടി നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇവിടെ. ഈ വിഷയം എന്തായാലും നഗരസഭയിൽ നടത്തിയ ചില പരിശോധനകളിലാണ് ഈ വലിയൊരു തട്ടിപ്പിൻ്റെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. തുടർന്ന് നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാണ് വിജിലൻസിൽ പരാതി നൽകുന്നത്. ആര്യയുടെ പരാതിയിലാണ് വിജിലൻസ് നിലവിൽ കേസെടുത്ത വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിച്ചിട്ടുള്ളത്. ഈ FIR പ്രകാരം നഗരസഭയ്ക്ക് ഈ അനധികൃതമായി ഈ ലോൺ സബ്സിഡി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട 24 ലക്ഷം രൂപയുടെ ഒരു നഷ്ടമുണ്ടായി എന്നാണ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 20 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ 19 പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. സമാനമായിട്ടുള്ള രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള വിഷയവും നഗരസഭയും ഒപ്പം വിജിലൻസും പരിശോധിക്കുകയാണ്. എന്തായാലും വലിയൊരു തട്ടിപ്പാണ്. ഇത്തരത്തിൽ സ്വയം സംരംഭങ്ങളും മറ്റും ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന ഇത്തരം സ്കീമുകളെ ഉദ്യോഗസ്ഥർ തലത്തിലുള്ള ഒരു ഇടപെടലുകൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ അട്ടിമറിക്കുന്നത് ഒട്ടും അനുകൂലിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് നഗരസഭയുടെ ഒരു വിശദീകരണം. എന്തായാലും വിജിലൻസും പ്രതികൾക്കെതിരെ കർശന നടപടികളുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന, ആശ്മി. ലക്ഷങ്ങളുടെ അഴിമതിയെക്കുറിച്ചുള്ളതാണ് വാർത്ത എന്ന് പറഞ്ഞാൽ നേരത്തെ നഗരസഭയിലെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പഴയ വ്യാജരേഖ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തി എന്തായെന്ന് അറിഞ്ഞുകൂടെ ഇപ്പോഴും. എന്തായാലും ഇതും അന്വേഷണം നടക്കട്ടെ. അതുപോലെ ആവാതെ ഇത് ഒന്നുകൂടി വ്യക്തതയോടുകൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മണി പോലെ കേരളത്തിന് അറിയാൻ കഴിയട്ടെ.